നമുക്കറിയാം പഴയകാല നടൻ രാഘവന്റെ മകനായ ജിഷ്ണു ക്യാൻസർ ബാധിച്ച് മരിച്ചത്. ഒരുപക്ഷെ സിനിമാ പ്രേക്ഷകരെ, ജിഷ്ണുവിൻ്റെ ഒരു സിനിമയെങ്കിലും കണ്ടിട്ടുള്ളവരെ മുഴുവൻ വേദനിപ്പിക്കുന്ന ഒരു മരണമായിരുന്നു ജിഷ്ണുവിന് സംഭവിച്ചത്. ക്യാൻസർ എന്ന് സർവ്വവ്യാപിയായി കഴിഞ്ഞു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു അപൂർവ രോഗമായിരുന്നെങ്കിൽ ഇന്നത് ഓരോ കുടുംബത്തിലും ഒരു ക്യാൻസർ പേഷ്യൻ്റെങ്കിലും ഉള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ്. സാധാരണ രീതിയിൽ കോപ്പി പേസ്റ്റായി പലരും ഇത്തരം പോസ്റ്റുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട്. അതായത് ഒരു അച്ഛൻ്റെ ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ജിഷ്ണുവിൻ്റെ രോഗത്തെക്കുറിച്ചും രോഗം ബാധിച്ചതിന് ശേഷമുള്ള ആ വേദനാജനകമായ ജീവിതത്തെക്കുറിച്ചും ജിഷ്ണു മരിച്ചതിനെക്കുറിച്ചും ജിഷ്ണുവിൻ്റെ ആ സിനിമാ ജീവിതത്തിൽ നിന്ന് ഒരു രോഗിയുടെ അവസ്ഥയിലേക്ക് മാറിയതും അവസാനം സംസാരിക്കാനോ ആഹാരമിറക്കാനോ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് തൻ്റെ മകൻ പ്രവേശിക്കുന്നത് കണ്ട് ഒരച്ഛൻ്റെ ഹൃദയം തകർന്നു പോയതുമെല്ലാം ഈ പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കാവുന്നത് തന്നെയാണ്. എങ്കിലും ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ കാര്യങ്ങളാണോ എന്നൊന്നും അറിയാൻ കഴിയില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ജിഷ്ണുവിന് അണപ്പല്ല് ഉരഞ്ഞ് നാവിലൊരു മുറിവ് വന്ന് ക്യാൻസർ വന്നു എന്നാണ് പറയുന്നത്. അതിൽ ചിലർ പറയുന്നത് അങ്ങനെ ഒരു ക്യാൻസർ വരുമോ എന്നുള്ളതാണ്. എന്നാൽ വായിൽ ഒരു പക്ഷേ ഇത്തരം അണപ്പല്ലുരഞ്ഞുണ്ടാകുന്ന മുറിവുകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ മസാലയും മറ്റു കാര്യങ്ങളും ഒക്കെ കൊണ്ട് മുറിവ് ഉണങ്ങാതെ ആ മുറിവ് സജീവമായി നിൽക്കുകയും കാലാന്തരത്തിൽ അത് ഒരു ക്യാൻസറായി മാറാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പലയിടത്തും കേട്ടിട്ടുണ്ട്. അത്തരം ഒരു ക്യാൻസർ എൻ്റെ ഒരു സുഹൃത്തിനും വന്നിട്ടുണ്ട്. അവരും പറയുന്നത് കുറേ വർഷങ്ങളായിട്ട് ദിശ തെറ്റി വളർന്ന ഒരു പല്ല് നാവിലിങ്ങനെ ഉരയുമായിരുന്നു. അങ്ങനെ ആ നാവിൽ ഉരഞ്ഞ പല്ല് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പല്ല് കാരണം ആ പല്ല് ഉരയുന്ന ഭാഗത്ത് ഒരു കുഴി രൂപപ്പെട്ടിരുന്നു. എന്നാൽ ഒരുപാട് വർഷങ്ങളായിട്ട് ആ മുറിവ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ആ മുറിവിൻ്റെ വേദന പിൽക്കാലത്ത് അവർക്ക് അറിയാൻ സാധിക്കാതെ വരികയും പിന്നീട് അത് ക്യാൻസറായി മാറുകയും അത് പിന്നീട് തൊണ്ടയിലേക്ക് വ്യാപിച്ച് അവർ മരിക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾ സുഹൃത്തുക്കളുടെയിലേക്ക് വളരെ ദുഃഖമുണ്ടാക്കിയ ഒരു മരണമായിരുന്നു, അതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ. അതുകൊണ്ട് അത്തരത്തിൽ ക്യാൻസർ വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ക്യാൻസർ അങ്ങനെയൊക്കെ വരും. കാരണം അത് വായിലുണ്ടാകുന്ന മുറിവുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കെമിക്കലുകളും മസാലകളും ഒരു എരിവും ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ കൊണ്ട് തന്നെ ഈ മുറിവ് സജീവമായി നിൽക്കാൻ സാധ്യതയുണ്ട്. നടൻ രാഘവൻ പറഞ്ഞതായി പറയുന്ന കാര്യവും അങ്ങനെയാണ്. അണപ്പല്ല് ഉരഞ്ഞപ്പോൾ നാവിലുണ്ടായ ഒരു ചെറിയ മുറിവ് അത് ജിഷ്ണുവിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ആരും കരുതിയില്ല. തിരക്കേറിയ ജീവിതത്തിനിടയിൽ ആ മുറിവിനെ അവൻ കാര്യമാക്കിയില്ല. പക്ഷേ ആ മുറിവിൽ ഫംഗസ് ബാധിച്ചപ്പോൾ ലൂക്കോപ്ലാക്കിയ എന്ന ക്യാൻസർ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിട്ടും സിനിമാ തിരക്കുകൾ കാരണം സർജറി വൈകിച്ചപ്പോൾ രോഗം കൂടുതൽ ഗുരുതരമായി. ആദ്യ സർജറി കഴിഞ്ഞ് രോഗം മാറിയെന്ന് കരുതി സന്തോഷിച്ചപ്പോൾ തൊണ്ടയിലൊരു മുഴയായി അത് വീണ്ടും തിരികെ വന്നു. ആ വേദന നിറഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഒരു പിതാവ് വേദനയോടെ ഓർക്കുന്നു. ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഓടി നടന്ന എൻ്റെ മകന് പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ ഏതൊരച്ഛനും കണ്ടു നിൽക്കാൻ കഴിയില്ല. 3-ാം തവണയും ക്യാൻസർ തിരിച്ചു വന്നപ്പോൾ ജിഷ്ണുവിൻ്റെ ശരീരം പൂർണ്ണമായും തളർന്നു പോയിരുന്നു. സ്വന്തമായി ഒരു ബട്ടൺ പോലും അഴിക്കാൻ കഴിയാത്ത അവസ്ഥ. ശരീരത്തിൽ ഭക്ഷണം കഴിക്കാനും മൂത്രമൊഴിക്കാനുമായി 2 ദ്വാരങ്ങളിട്ടിരുന്നു. ആ വേദനയിലും ഞങ്ങളെ വേദനിപ്പിക്കാതിരിക്കാൻ അവനൊന്നും പറഞ്ഞില്ല. ഇന്നും ആ ഓർമ്മകളിലാണ് ആ അച്ഛൻ ജീവിക്കുന്നത്. ഈ രോഗം ഒരുതരം തൊണ്ടയിൽ വരുന്ന ക്യാൻസറാണ്. വായിലും തൊണ്ടയിലും വരുന്ന ചെറിയ മുറിവുകളോ വ്രണങ്ങളോ ശ്രദ്ധിക്കാതെ വിടുമ്പോൾ അവ ക്യാൻസറിന് കാരണമാകാം. ലൂക്കോപ്ലാക്കിയ എന്ന അവസ്ഥ വെളുത്ത പാടുകളായി വായിലും തൊണ്ടയിലും കാണപ്പെടുന്നു. ഇത് ചിലപ്പോൾ ക്യാൻസറിലേക്കുള്ള ആദ്യ പടിയാകാം. തൊണ്ട ക്യാൻസർ വരാനുള്ള പ്രധാന കാരണങ്ങൾ പുകവലി, മദ്യപാനം, വെറ്റില മുറുക്ക്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗമാണ്. വായിൽ ദീർഘകാലം നിലനിൽക്കുന്ന മുറിവുകളും വ്രണങ്ങളും ഈ രോഗത്തിന് കാരണമാകാം. ചിലതരം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതായത് HPV ഈ അണുബാധകളും ക്യാൻസറിന് വഴിയൊരുക്കുന്നു. പോഷകാഹാരക്കുറവും ഇതിനൊരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഈ രോഗം വരാതെ സൂക്ഷിക്കാൻ പുകവലി, മദ്യപാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ദിവസവും പല്ല് തേച്ചും വായ വൃത്തിയാക്കിയും ശുചിത്വം പാലിക്കുക. വായിലെ മുറിവുകളോ വ്രണങ്ങളോ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം. കൂടാതെ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തിയ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും പതിവായ വ്യായാമം ചെയ്യുകയും ചെയ്യുന്നത് ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശരിക്കും ഈ ലൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വായ്ക്കും തൊണ്ടയ്ക്കും ഉള്ളിൽ വെളുത്ത പാടുകളായി പ്രത്യക്ഷപ്പെടുന്ന ഒരു അവസ്ഥ തന്നെയാണിത്.
ഇത് ചിലപ്പോൾ ക്യാൻസറിലേക്കുള്ള ഒരു ആദ്യഘട്ടമായി മാറിയേക്കാം. പുകവലിയും മദ്യപാനവും വെറ്റില മുറുക്ക് ഇതൊക്കെ വായിലും തൊണ്ടയിലും ക്യാൻസർ വരാനുള്ള കാരണമാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നതും ശരി തന്നെയാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അതിൻ്റെ ചില വകഭേദങ്ങൾ തൊണ്ടയിൽ ക്യാൻസറിന് കാരണമാകാമെന്നും അനവധി റിസർച്ചുകളിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, വായിൽ 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന മുറിവുകളും പാടുകളും വ്രണങ്ങളും ഒക്കെ ഉണ്ടായാൽ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടത് തന്നെയാണ്. അതും ഈ പോസ്റ്റിൽ പറയുന്നത് ശരിയാണ്. അതുപോലെ നല്ല ഭക്ഷണവും ശുചിത്വവുമെല്ലാം പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലൂക്കോപ്ലാക്കിയ സാധാരണയായി ചിരകാലത്തെ രാസ പ്രവർത്തനങ്ങൾ, അതായത് പുകയില, മദ്യപാനം, പല്ല് കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് ശരിക്കും ഓറൽ ക്യാൻസറിൻ്റെ രോഗകാരണങ്ങൾ എന്തൊക്കെയാണ്? ഓറൽ ക്യാൻസറിന് നേരിട്ടും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന നിരവധി കാരണങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് പുകയിലയുടെയും അതിൻ്റെ ഉപോൽപ്പന്നങ്ങളുടെയും ഉപയോഗം. ഈ ഉപോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അറിയാലേ, മുറുക്കാൻ, പാൻ പരാഗ്, ഗുദ്ക ഇതൊക്കെയാണ്. ചിലർ പുകയിലയോടൊപ്പം മദ്യപാനവും കൂടി സംയോജിച്ച് ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ഈ സമന്വയ പ്രവർത്തനങ്ങളിലൂടെ അർബുദ സാധ്യത വർദ്ധിപ്പിക്കാറുണ്ട്. അതുപോലെ വൈറ്റമിൻ എയുടെ കുറവും നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ വകഭേദങ്ങളുമൊക്കെ ഈ വായിലെ ക്യാൻസറിൻ്റെ അപകട സാധ്യതയായി കണക്കാക്കപ്പെടുന്നുണ്ട്. പിന്നെ സൂര്യനിൽ നിന്നുള്ള തീക്ഷ്ണമായ വികിരണങ്ങൾ, അൾട്രാ വയലറ്റ് റൈസ്, അത് തുടർച്ചയായി പതിക്കുന്നത് ചുണ്ടിലും തൊലിപ്പുറത്തുമൊക്കെ ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നു. ഇനിയാണ് നമ്മളിവിടെ സംശയിക്കുന്ന ഒരു കാര്യം കൂടി വിദഗ്ധർ പറയുന്നത്, കൂർത്ത പല്ലുകളിൽ നിന്നോ പൊട്ടിയ പല്ല് സെറ്റുകളിൽ നിന്നോ ഉണ്ടാവുന്ന ഉണങ്ങാത്ത മുറിവുകളും ഈ ക്യാൻസറിലേക്ക് കാരണമായേക്കാം. അതിന് പ്രധാനമായ കാരണം നമ്മുടെ വായിലുണ്ടാകുന്ന ചില മുറിവുകൾ പല്ലുകൾ പിന്നെ ആവർത്തിച്ച് തട്ടുന്നതിൻ്റെ ഫലമായി ആ ഭാഗത്തെ മുറിവ് ഉണങ്ങില്ല. ഒരിക്കലൊരു മുറിവ് വന്നാൽ ആ മുറിവിനെ നമ്മൾ, ഇപ്പോൾ വായിലൊരു മുറിവുണ്ടായാൽ നമുക്ക് മരുന്ന് വെച്ച് കെട്ടാനൊന്നും പറ്റില്ല. ഒരു ചെറിയൊരു മുറിവുണ്ടായാൽ അപ്പോൾ ആ മുറിവിനെ വീണ്ടും സജീവമാക്കാതെ ആ മുറിവ് ഉണങ്ങാൻ സാധ്യതയുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ ചുണ്ടിലും കവിളിലേക്ക് നമ്മുടെ പല്ല് കൊണ്ട് കടി കൊള്ളും. നമ്മുടെ തന്നെ കടി നമ്മുടെ കവിളിലോ ചുണ്ടിലൊക്കെ കൊള്ളുന്നത് ഒരു പതിവാണല്ലോ. പക്ഷേ അങ്ങനെ കടി കൊള്ളുമ്പോൾ തന്നെ ആ മുറിവ് ഉണങ്ങുന്നു. കാരണം പിന്നെയും അവിടെ പല്ല് തട്ടില്ലല്ലോ. അത് ഒരിക്കലങ്ങ് സംഭവിച്ചതാണ്. പിന്നെയും തട്ടിയാലും എപ്പോഴും അത് തട്ടുന്നില്ലല്ലോ, അല്ലേ? എന്നാൽ ചില സാഹചര്യങ്ങളിൽ കൂർത്ത പല്ലുകൾ, ദിശ തെറ്റി വളർന്നു നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു കൂർത്ത പല്ല് നമ്മുടെ ചുണ്ടിലോ നാവിനടിയിലോ ഒക്കെ എപ്പോഴും ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞു പോകുന്ന സാധ്യതയുണ്ട്. അത് അനിയന്ത്രിതമായി വളരുന്ന അല്ലെങ്കിൽ ദിശ തെറ്റി വളരുന്ന പല്ലുകളിൽ നിന്ന് മാത്രമേ സംഭവിക്കാറുള്ളൂ. ഇങ്ങനെ സംഭവിക്കുന്ന പല്ലുകൾ കൊണ്ടുണ്ടാകുന്ന മുറിവുകൾ, ആ മുറിവുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ വീണ്ടും ആ പല്ല് അതേപോലെ തട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ആ പല്ല് കൊണ്ടാണല്ലോ ആ മുറിവോടെ ഉണ്ടായത്. അപ്പോൾ ആ പല്ല് അവിടെ തട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ മുറിവ് ഉണങ്ങാതെ നിൽക്കുകയും പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, കെമിക്കലുകൾ, ഇത്തരത്തിൽ മദ്യപാനം, പുകവലി, മുറുക്ക് പോലുള്ള കാര്യങ്ങളും കൂടിയൊക്കെ ചിലർ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിൽ ക്യാൻസർ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാകും. അതുകൊണ്ട് പല്ല് കൊണ്ടാലും ക്യാൻസർ ഉണ്ടാകും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്.